ശ്രീ ഷാഫി ചാലി ഉണ്ടായതിനു മുമ്പ് ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ ഇരിക്കുന്ന ജില്ലയിലടക്കം മധ്യ കേരളത്തിൽ ഈ കണക്ക് വർദ്ധിക്കുന്നു. കോവിഡിന് ശേഷം 1000 പേരെന്നാണ് പറയുന്നത്. PC ജോർജിന്റെ കണക്ക് വേറെയുണ്ട്, അതവിടെ നിൽക്കട്ടെ. 1000 എന്നുള്ള കണക്ക്, അതിൽ 3 കേസ് ക്രൈംബ്രാഞ്ച് അടക്കം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. മതപരിവർത്തനമടക്കം അതിനകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് കേസുകൾ പുറത്തു വരുന്നില്ല, തെളിവ് എവിടെ എന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരം പറയുന്നത് സമൂഹത്തിന്റെ മനോഭാവം ഇതാണ്. ഈ കുട്ടികളെ ഒറ്റപ്പെടുത്തും, കുടുംബത്തെ ഒറ്റപ്പെടുത്തും എന്നാണ് പറയുന്നത്. നിസ്സഹായരാണ് സഭാ നേതാക്കന്മാർ അല്ലെങ്കിൽ സഭാധ്യക്ഷന്മാർ. സർക്കാരിനോട് ഇത് പറഞ്ഞു മടുത്തു എന്നാണ് പറയുന്നത്. ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ കേരളത്തിൽ? എനിക്ക് ആദ്യം പറയാനുള്ളത്, കേരളീയ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ രാജ്യത്തിന് തന്നെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള സാംസ്കാരിക രംഗത്താണെങ്കിലും ആദർശ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും ജാതിമത ഭേദമന്യേ വലിയ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരു സമൂഹമാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് കാത്തലിക് കമ്മ്യൂണിറ്റി. അതുകൊണ്ട് കത്തോലിക്ക സമൂഹത്തിലെ വേട്ടയാടാനാണ് ഒരു ചർച്ചയായിട്ട് മുമ്പോട്ട് പോയത് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കൊരു താല്പര്യമില്ല. പക്ഷേ വിഷയത്തിൽ അധിഷ്ഠിതമായിട്ട് ചർച്ച ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഇതിൽ ക്രിസ്ത്യൻ സമൂഹം മാത്രമല്ല, ഇവിടുത്തെ എല്ലാ SNDP ആയാലും മുസ്ലിം കമ്മ്യൂണിറ്റി ആയാലും മറ്റു ഹൈന്ദവ സമൂഹം ഒക്കെ നമ്മുടെ കേരളത്തിന്റെ നവോത്ഥാന മേഖലകളിലും എന്താ പറയുക ഉയർച്ചയ്ക്ക് വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു സമൂഹം നമ്മുടേത്. അപ്പൊ വിള്ളലുണ്ടാക്കുന്ന രീതിയിലേക്ക് ചർച്ച പോരുത്. പിന്നെ PC ജോർജ് പറഞ്ഞ ജൽപ്പനങ്ങൾക്ക്, ശുദ്ധ അസംബന്ധങ്ങൾക്ക് കുടപിടിക്കുക എന്ന് പറയുന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഒരിക്കലും യോജിച്ചതല്ല. ഞാൻ നിങ്ങളോട് 1-2 ഉദാഹരണങ്ങൾ പറയാം. ജാർഖണ്ഡ് എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലേക്ക് ഒരു മുസ്ലിം യുവാവും ഒരു ഹിന്ദു പെൺകുട്ടിയെ അഭയം തേടി. എന്തിനറിയോ? അവിടെ അവർ തമ്മിലുള്ള പ്രണയ സാഫല്യത്തിന് ഒരു വിവാഹത്തിലെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കായംകുളത്ത് വന്നപ്പോൾ കായംകുളം ജാതി ഭേദമന്യേ അവരെ സ്വീകരിക്കുകയും പോലീസ് ഒത്താശ കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഹൈക്കോടതി അവർക്ക് സംരക്ഷണം നൽകുകയും ചെയ്ത ഒരു സംസ്ഥാനമാണ് കേരളം. എന്തുകൊണ്ടാണ്? ആർക്കും തങ്ങളുടെ പ്രണയവും തങ്ങളുടെ ജീവിതത്തിനും വേണ്ടിയിട്ട് ഒന്നിക്കാനുള്ള അവസരം ഭരണം നൽകുന്നത് ഏറ്റവും 1-ാം സ്ഥാനത്ത് സുരക്ഷിതം കിട്ടുന്ന സംസ്ഥാനമായതുകൊണ്ടാണ്. അതുപോലെ ഒരു ഉദാഹരണം തടയരുത്. കഴിഞ്ഞത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്ത് ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു യുവാവും തമ്മിൽ വിവാഹം നടന്നു. അവർ പ്രണയത്തിലായിരുന്നു. അവർക്ക് അവർ പോലീസ് അഭയം പ്രാപിച്ചു. അവര് അതിനുശേഷം വിവാഹിതരായി. അവരുടെ തന്നെ ഒരു ഓഡിയോ പുറത്തു വന്നു പറഞ്ഞു അവരെ ബുദ്ധിമുട്ടിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ കേരളീയ സമൂഹം അവർക്കൊക്കെ പിന്തുണ നൽകും. എന്നാൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു നാമകരണത്തിലൂടെ കേരളത്തിലെ പ്രബുദ്ധമായിട്ടുള്ള ഒരു സമൂഹത്തിനെ, ഒരു സമുദായത്തിനെ എന്താ പറയുക ഒരു ഹോബിയുടെ പേരിൽ കോർണറിലാക്കിക്കൊണ്ട് എന്താ പറയുക കേരളത്തിൽ കുറെ നാളുകളായിട്ട് ചർച്ച നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വ്യാജ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അതിലെനിക്ക് അടിസ്ഥാനപരമായിട്ട് പറയാൻ ഒരു കാര്യമുണ്ട്. എന്താ ഈ ആരോപണങ്ങൾ പുറത്തു വന്നപ്പോൾ സുപ്രീം കോടതിയിലേക്ക് കേസ് പോയി. നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാർ NIA പോലും പോലീസിന്റെയും ഒക്കെ അന്വേഷണത്തിന് ശേഷം പാർലമെന്റിന് ചോദ്യത്തിന് മറുപടി പറഞ്ഞു ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം രാജ്യത്തില്ല, പ്രത്യേകിച്ച് കേരളത്തില്ല. അങ്ങനെ ഒരു തെളിവില്ല. അത് സുപ്രീം കോടതിക്ക് അതിന്റെ അഭിനവറ്റ് സമർപ്പിച്ചു. സുപ്രീം കോടതി ഇതിനെ സർക്കാരിന്റെ നിലപാട് യോജിക്കുകയും ഇന്ത്യയിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുകയും ചെയ്തു. ഈ ഒരു നിയമവ്യവസ്ഥയുള്ള രാജ്യത്ത് ഇങ്ങനൊരു പേര് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തിനെ മുഴുവനും അടച്ചാക്ഷേപിക്കുന്നതിനോട് ആർക്കും യോജിക്കാൻ പറ്റുന്നില്ല. ഞാനൊക്കെ ഇതിനെതിരെ ശക്തമായ രീതിയിൽ മാധ്യമങ്ങളിൽ പ്രതികരിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ആലോചിക്കണം, പാലായിൽ വെച്ച് നടന്ന കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ ഒരു സ്നേഹ സംഗമത്തിൽ PC ജോർജ് മാത്രമല്ല പങ്കെടുത്തത്. പാലായിലെ MLA, പൂജാർ MLA, കടിച്ചിരത്തിൽ MLA ഉൾപ്പെടെയുള്ള സമുന്നതരായ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത അവരാരും ഈ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഇദ്ദേഹം അത് പറഞ്ഞു. ഇദ്ദേഹം ലൂസ് ടോക്കിന്റെ ആളാണ്. 2 തവണ മതവിദ്വേഷത്തിന്റെ പേരിൽ ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. രണ്ടാമത്തെ പ്രാവശ്യം അദ്ദേഹം ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായില്ല. അദ്ദേഹം ഹോസ്പിറ്റലൈസ് ചെയ്തു. 2ലും ജാമ്യത്തിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുടെ കാര്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം PC ജോർജ്, സഭ, കാസ അങ്ങനെയുള്ള വാദങ്ങൾ അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ താങ്കളോട് ചോദിക്കുന്നത് CPM ഇപ്പൊ PC ജോർജിന്റെ വിഷയം ആളിക്കത്തുന്നു. ഇത് ഒരു ആഴ്ചയായിട്ട് സഭയിലെ പിന്താങ്ങലുകളൊക്കെ വരുമ്പോൾ ഇടത് നേതാക്കന്മാർ ആരും ഈ വിഷയം കേട്ടതുപോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ പരാതിയുമായി വന്നത് യൂത്ത് ലീഗാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. VS അച്യുതാനന്ദൻ ഒരിക്കൽ തുറന്നുവിട്ട ഭൂതം ഇപ്പോഴും ബാധിച്ചു നിൽക്കുകയാണ് എന്നുള്ള പേടി കൊണ്ടായിരിക്കുമോ ഇടത് നേതാക്കൾ ഈ വിഷയത്തിനകത്ത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് ഇടതുപക്ഷത്തിലേക്ക് വലിച്ചു കയറ്റുന്നത്? എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നത്? ഇതൊക്കെയാണോ നമ്മളൊരു പൊതുവായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ഇടതുപക്ഷ നേതാക്കന്മാർക്ക് ഇതുപോലെയുള്ള വിവരക്കേടുകൾക്കെല്ലാം മറുപടി പറയാനാണ് സമൂഹം? ഇതേ ഇടതുപക്ഷമല്ലേ 2 തവണ PC ജോർജിനെ അറസ്റ്റ് ചെയ്തത്? 2 തവണ അറസ്റ്റ് ചെയ്തില്ല. അത് ഇതിനേക്കാളും ഒരു അത്യാവശ്യം ജനബന്ധനുള്ള സമയത്തല്ലേ കോടതി ഇടപെട്ടിട്ടല്ലേ?
കോടതി ഇടപെട്ടിട്ടാണ് ആദ്യത്തെ തവണ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തത്. ആരാ പറഞ്ഞത്? അത് പോലീസ് സ്വയം വന്ന് അറസ്റ്റ് ചെയ്ത. തിരുവനന്തപുരത്താണ് വീട് വളഞ്ഞിട്ട്. അതറിയോ? ഈ വിദ്വേഷ പ്രസംഗത്തിലോ, രണ്ട് വിദ്വേഷ പ്രസംഗത്തിലോ, ഇപ്പൊ ഏറ്റവും ഒടുവിൽ നടന്ന വിദ്വേഷ പ്രസംഗത്തിനകത്ത് മാത്രമല്ല ഈ വിഷയത്തിനകത്തും പോലീസിന് ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടല്ലോ. യൂത്ത് ലീഗാണ് പരാതിയുമായി കോടതിയിലേക്ക് പോകുന്നത്. കോടതി പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പോലീസിന് യാതൊരു വഴിയില്ല. അതിനിപ്പോ സർക്കാരിന് ഇടതുപക്ഷത്തിന്റെ സഹായമൊന്നും ആവശ്യമില്ലല്ലോ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അജണ്ട വളരെ വ്യക്തമായി കഴിഞ്ഞു. ഇത്തരം അസംബന്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള വാഗ്ദാനങ്ങൾ നടത്തുകയോ ചെയ്യുന്നത് ഒരു പരിഷ്കൃത സമ്പത്ത് ചോദിച്ചല്ല. അത് തന്നെയാണ് ഇടതുപക്ഷം ചെയ്തിരിക്കുന്നത്. 2 തവണ അയാളെ അറസ്റ്റ് ചെയ്തു. ആദ്യത്തെ തവണ ഒരു കോടതി പറയാതെ അയാളെ അറസ്റ്റ് ചെയ്തു. അന്നൂടെ എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു. PC ജോർജിനെ അറസ്റ്റ് ചെയ്തു. അടുത്ത വർഷം അയക്കെതിരെ ഈ അറസ്റ്റിനെതിരെ ശക്തമായ നിലപാടുകൾ പറഞ്ഞല്ലേ. അപ്പൊ ഈ ഗവൺമെന്റ്, ഈ ഇടതുപക്ഷ ഗവൺമെന്റും ഇത്തരക്കാർക്ക് അവരുടെ ജനമിത്ര പോലും നോക്കാതെ അവരെ കസ്റ്റഡിയെടുക്കുന്നത് തന്നെയാണ് കാണിച്ചവരല്ല. UDF സർക്കാരാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പൊ അത് ഇവിടെ ചർച്ച അതല്ല. നമ്മുടെ ആ ചർച്ച എന്ന് പറയുന്നത് ലവ് ജിഹാദിനെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഞാനൊരു കാര്യം തുറന്നു പറയാം, വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. കേരളത്തിൽ പ്രണയത്തിന്റെ പേരിൽ ചതിക്കുഴിയിൽ നടത്തുന്ന ഒരു വിഭാഗം ഉണ്ട്. അത് ഒരു തർക്കമില്ല. അത് ഇന്നും പിടിച്ചിട്ടുണ്ട്. 3 കല്യാണം പ്രണയത്തിന് പേര് കഴിച്ച ഒരുത്തനെ കുറിച്ച്. അത് മിക്കവാറും വാർത്തയുണ്ട്. 2 പേരും ഏതെങ്കിലും ജാതിപ്പെട്ടവരായിരിക്കും. അതിന് പേര് അവരുടെ ഉടനെ ലൗചികാതെ ബന്ധപ്പെടുത്താൻ പറ്റും. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം, അത് ക്ഷമയോട് കേൾക്കണം. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എടവള സ്വദേശിയെ ഒരു റഹീം നമ്മുടെ താനൂർ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് +2 വിദ്യാർത്ഥികളെ പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളെ ഇവൻ 6 മാസം പരിചയം കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അവൻ വളച്ച് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവരികയും അവിടെ മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്നു അവന്റെ വാഹനം, അവന്റെ ഫോൺ ബോംബെ കൊണ്ടുപോവുകയും ചെയ്തു. അത് ചതിയാണ്. അതായത് അതിനകത്ത് എങ്ങനെയാ ലൗചികാതെ വരുന്നത്? കാരണം അതിലൊരു കുട്ടി ഇവൻ പ്രണയിച്ചെന്ന് പറയുന്ന അവകാശപ്പെടുന്ന കുട്ടി ഒരു ഇസ്ലാം മത വിശ്വാസിയായ കുടുംബത്തിന് പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ. പോലീസിന്റെയും മുംബൈ മലയാളികളുടെ ജാഗ്രത കൊണ്ടാണ് ആ കുട്ടികളെ കിട്ടിയില്ല. ഇത് എവിടെ എത്തുമായിരുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഈ കാണുന്നതെല്ലാം ഈ പറയുന്ന ഈ പർട്ടിക്കുലർ വാക്കുപയോഗിച്ചായിരിക്കണ്ടേ? പ്രണയച്ചതിയിൽപ്പെടുത്തി പെൺകുട്ടികളെയും വിവാഹിതരായിട്ടുള്ള സ്ത്രീകളെ പോലും ചതിയിലേക്ക് കൊണ്ടുപോയി ജീവിതം തകർക്കപ്പെടുന്നു. എത്രയോ അനുഭവങ്ങൾ കേരളത്തിൽ നിത്യേന വരുന്നു. ഓക്കെ, ശരി, ഞാൻ തിരികെ എത്താം.